എനർജി ഡിസെൻഡ്സ് ഫ്രം അതിൻ്റെ പേരെന്തോന്ന് പരമാണു താഴോട്ട് ഇറങ്ങിയ അടുത്ത എവിടെ ഇരിക്കും ആധാരത്തിൻ്റെ പേരെന്തോന്ന് ഓർമ്മ ഉണ്ടാ ഇതൊക്കെ ഓർമ്മപ്പെടുത്തി അതിലൊന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ പേരെന്തോന്നെന്ന് പറഞ്ഞാൽ ഇത് നിരാധാരം. പരമാണുവിൽ എനർജി ഒന്നായിട്ടുള്ള എനർജി താഴോട്ട് നിരാധാരത്തിലോട്ട് വരുമ്പോൾ അത് വന്ന് ശിവശക്തി എനർജിയായി മാറുകയാണ്. ശിവശക്തി എനർജി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ് ഡയമെൻഷൻ എടുക്കുകയാണ്. മുകളിലോട്ട് ഇരിക്കുമ്പോൾ 0 എന്നുള്ള സ്റ്റാറ്റസാണ് പരമാണു. ഒരു 0-ൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. അത് താഴോട്ട് വരുമ്പോഴാണ് എന്തോന്ന് നിരാധാരത്തിൽ വരുമ്പോൾ ശിവശക്തി ഡയമെൻഷൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആകുന്നു. അതിൻ്റെ ശേഷമാണ് അത് ക്രിയേറ്റീവ് എനർജിയായി മാറുന്നു. ഈ ക്രിയേറ്റീവ് എനർജി ഗുരുമണ്ഡലത്തിൽ വരുന്നത് നല്ല തിളങ്ങുന്നു. ഡാൻസ് ഗുരുമണ്ഡലത്തിൽ നടരാജരുടെ ഡാൻസ് നടക്കുകയാണ്. അപ്പോൾ അത് പവർഫുള്ളായി മാറി നിങ്ങളുടെ ചിത്രണി നാഡിയിൽ ഇറങ്ങുകയാണ്. ചിത്രണി നാഡിയിൽ ഇറങ്ങുന്ന എനർജി കോർപ്പസ് കൊലാസത്തിന് 12 പേർ അതിൻ്റെ പേരെന്തോന്ന് ക്രേനിയൽ നെർവ്സിന് ഇറങ്ങുകയാണ്. അതിൽ ഇപ്പോൾ ഉള്ള പ്രോഗ്രാം ക്രേനിയൽ നെർവ് നമ്പർ 1 എന്തോന്ന്. അപ്പോൾ ഇതിൽ ഇന്നത്തെ പ്രോഗ്രാം എന്താ എഴുതിക്കുള്ളൂ, കോർപ്പസ് കൊലാസം 2 ക്രേനിയൽ നെർവ് നമ്പർ 1 എന്ന് എഴുതിക്കുള്ളൂ. അത് ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ നോട്ട് എഴുതിക്കുള്ളൂ. കോർപ്പസ് കൊലാസം പ്ലസ് ക്രേനിയൽ നമ്പർ 1 എന്ന് എഴുതിക്കോ. നോട്ടിൽ എഴുതിക്കുള്ളൂ. കോർപ്പസ് കൊലാസം പ്ലസ് ക്രേനിയൽ നെർവ് നമ്പർ 1. മനസ്സിലായ? ഇത് നമ്പർ 1 എഴുതിയാ? അതായത് കോർപ്പസ് കൊലാസം പ്ലസ് ക്രേനിയൽ നെർവ് നമ്പർ 1 എന്ന് എഴുതിയാ? ക്രേനിയൽ CRANIL ക്രേനിയൽ നെർവ് നമ്പർ 1 എഴുതിയാ? കോർപ്പസ് കൊലാസത്തിന് നേരെ താഴെ ചിത്രണി നാഡി എന്ന് എഴുതിക്കോ. പ്ലസ് അവിടെ ക്രേനിയൽ നമ്പർ 1 താഴെ അമൃത കല എന്ന് എഴുതിക്കോ. അമൃത കല എന്ന് എഴുതിയാ? ഇപ്പം മനസ്സിലായ? എനർജി നെർവസ് സിസ്റ്റത്തിൽ കോർപ്പസ് കൊലാസം പ്ലസ് ക്രേനിയൽ നെർവ് കൊണ്ടുവന്ന് യോഗയിൽ അതിൻ്റെ മുകളിൽ പറയുന്ന ഫോർമുല മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ, ക്രേനിയൽ നെർവ് ആക്ടിവേഷൻ. താഴെ ഇരിക്കുന്നത് സെയിം പാരലൽ എനർജിയാണ്. എന്തോന്ന് പാരലൽ എനർജി ചിത്രണി നാഡി ആൻഡ് അമൃതകല. ഇതിൻ്റെ പേരെന്തോന്ന് അന്തർപത്മ ആക്ടിവേഷൻ. എന്തോന്ന് രണ്ടും ഒന്നാണ്. ക്രേനിയൽ നെർവ്സ് ആക്ടിവേഷനും അന്തർപത്മ ആക്ടിവേഷനും രണ്ടും ഒന്നാണ്. ക്രേനിയൽ നെർവ്സിൽ കൂടെ ബയോ കറണ്ട് ഓടുന്നു. അന്തർപത്മത്തിൽ കൂടെ ഓടുന്നത് കാസ്മിക് കറണ്ട്. എന്തോന്ന് കാസ്മിക് കറണ്ട്. അന്തർപത്മത്തിൽ ഇപ്പോൾ ഓടുന്നത് കാസ്മിക് കറണ്ട്. എന്ന് വെച്ചാൽ പരാശക്തി എനർജി. മനസ്സിലായ? അന്തർപത്മത്തിൽ വലിച്ചെടുക്കുന്ന എനർജിയുടെ പേര് കോസ്മിക് കറണ്ട്. അപ്പോൾ ഈ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അന്തർപത്മം വന്ന് കോസ്മിക് കറണ്ട് വലിച്ചെടുത്ത് കോർപ്പസ് കൊലാസത്തിനും ക്രേനിയൽ നമ്പർ 1-നും കോസ്മിക് കറണ്ട് സപ്ലൈ ചെയ്യും. എന്തോന്ന് അന്തർപത്മം പ്ലസ് അമൃത കല. അന്തർപത്മം പ്ലസ് അമൃത കല. എന്തോന്ന് അന്തർപത്മം പ്ലസ് അമൃത കല. എന്തോന്ന് പറയൂ. അന്തർപത്മം പ്ലസ് അമൃത കലയിൽ ഓടുന്ന എനർജി കോസ്മിക് കറണ്ട്. എന്തോന്ന് ക്യാമറ താത്തി വെച്ചോളൂ. നിങ്ങളുടെ തല കാണുന്നില്ല, കഴുത്താണ് കാണുന്നത്. അതായത് അന്തർപത്മത്തിൽ നിങ്ങൾക്ക് ചിത്രണി നാഡി ടു അമൃത കലയിൽ ഓടുന്ന എനർജിയുടെ പേരെന്തോന്ന് കാസ്മിക് കറണ്ട്. എന്തോന്ന് കാസ്മിക് കറണ്ട് അല്ലേ?
പറ. കാസ്മിക് കറണ്ട്. ഇതൊക്കെ ക്ലിയർ ആകണം. അതേസമയം കാർപ്പസ് കൊലാസം ടു ക്രേനിയൽ നമ്പർ നെർവ് 1 ഓടുന്ന എനർജി എന്തോന്ന് എനർജി പറ. ബയോ കറണ്ട് എന്തോന്ന്? അതായത് ചിത്രനി നാഡി പ്ലസ് അമൃത കലയിലേക്ക് പായുന്ന എനർജിയുടെ പേര് കാസ്മിക് കറണ്ട്. എന്തോന്ന്? കാസ്മിക് കറണ്ട്. നിങ്ങൾക്ക് മറ്റേ ക്രേനിയൽ നെർവ്സ് നമ്പർ 1 ഓടുന്ന എനർജി പേര് ബയോ കറണ്ട്. എന്തോന്ന്? ബയോ കറണ്ട് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈറ്റിംഗ് ഫുഡ്, വാട്ടർ ആൻഡ് ഓക്സിജൻ. നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, ആഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ശ്വാസിക്കുന്നതിൽ കൂടെ ബയോ കറണ്ട് വരും. പക്ഷേ ഈ കാസ്മിക് കറണ്ട് വേണമെങ്കിൽ ഈ എക്സസൈസിൽ തന്നെ വരും. ഈ അന്തർപത്മ ആക്ടിവേഷനിൽ മാത്രമേ കാസ്മിക് കറണ്ട് ക്രിയേറ്റ് ആവും. ഇപ്പോൾ മനസ്സിലായ? ഇപ്പോൾ എന്ത് നമ്മൾ ചെയ്യുന്നു? സാധാരണക്കാരനൊക്കെ വെറും ബയോ കറണ്ടല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബയോ കറണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുന്നതും ശ്വാസം വലിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കൂടെ ക്രിയേറ്റ് ആവുന്ന കറണ്ട് വന്ന് കാർപ്പസ് കൊലാസം പ്ലസ് ക്രേനിയൽ നമ്പർ 1 ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പർ കലാസത്തിലും നമ്പർ 1 ഇന്നത്തെ പ്രോഗ്രാം നമ്പർ 1 ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായ? നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇന്നത്തെ എക്സസൈസിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി കാസ്മിക് എനർജിയാണ്. അത് എവിടെയെന്ന് ചിത്രനി നാഡി ടു ഈ അമൃത കലയിൽ ഓടുകയാണ്. മനസ്സിലായ? ബയോ കറണ്ട് എവിടെയാണ് ഓടുന്നത്? അതായത് ചിത്രനി നാഡി പ്ലസ് ക്രേനിയൽ നമ്പർ 1 അതിൽ എഴുതിക്കോളൂ. അതിൻ്റെ നേരെ എഴുതിക്കോളൂ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല ചിത്രനി നാഡി പ്ലസ് ക്രേനിയൽ നർവ് എന്ന് എഴുതാൻ പറഞ്ഞില്ല. അതിൻ്റെ നേരെ ആരോ അടിച്ച് ബയോ കറണ്ട് എന്ന് എഴുതിക്കോളൂ. അതിൻ്റെ തൊട്ട് താഴെ ചിത്രനി നാഡി കാർപ്പസ് കൊലാസം ആൻഡ് ക്രേനിയൽ നർവ് നമ്പർ 1 ബയോ കറണ്ട്. ചിത്രനി നാഡി പ്ലസ് ഇത് അമൃത കലയുടെ നേരെ ഡാഷ് ഇട്ട് കാസ്മിക് കറണ്ട്. ക്ലിയർ ആയ? ഇപ്പോൾ ക്ലിയർ ആയില്ല സ്വാമി. അയ്യോ, നിങ്ങൾ തിരിച്ച് താളം ഒന്നുകൂടെ എഴുതിക്കോളൂ. താളോട്ട് സെപ്പറേറ്റ് എഴുതിക്കോളൂ. സെപ്പറേറ്റ്. ഇപ്പം ഞാൻ പറയുന്നത് ചിത്രനി നാഡി പ്ലസ് അമൃത കല അങ്ങനെ ഡാഷ് ഇട്ട് കാസ്മിക് കറണ്ട്. എന്തോന്ന്? അടുത്ത് അതിൻ്റെ നേരെ താള ചിത്രനിയുടെ നേരെ താള കാർപ്പസ് കൊലാസം. സെക്കൻഡ് ലൈൻ കാർപ്പസ് കൊലാസം എഴുതിയ അതിൻ്റെ തേള മറ്റേ അമൃതാൻ്റെ നേരെ താള ക്രേനിയൽ നമ്പർ 1 എന്ന് എഴുതിക്കോളൂ. അമൃത കലയുടെ നേരെ താള ക്രേനിയൽ നമ്പർ 1 എന്ന് എഴുതിക്കോളൂ. എഴുതിയാ? നമ്പർ 1 ഈക്വൽ ടു ബയോ കറണ്ട് എന്ന് എഴുതിക്കോളൂ.